സുഹൃത്തുക്കളെ, പിന്നെയും ഞാൻ വന്നു. വിഷയം നമ്മുടെ താത്ത തന്നെയാണ്. അതായത് താത്ത ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ചു തരാം. കാണിക്കുന്നില്ല. നിനക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നീ BJP ഓഫീസിൽ പോയിട്ടോ കോൺഗ്രസിന്റെ ഓഫീസിൽ പോയിട്ടോ കാര്യമില്ല. ഇല്ല പോലും. കാരണം BJP-കളുമായിട്ട് എനിക്ക് ബന്ധവുമില്ല. പിന്നെ കുമ്മനം രാജാട്ടന്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ ഇടതുപക്ഷ നേതാക്കളുമായിട്ടാണ്. എനിക്കല്ല കേട്ടോ ബന്ധം. കെട്ടിയോനാണ്. ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിന്റേതായ അന്തസ്സും ഉണ്ട്. അതുകൊണ്ടാണ് ജാതി മതം നോക്കാതെ എനിക്ക് വരയ്ക്കാനുള്ള ഒരു വകുപ്പ് അദ്ദേഹം അതായത് ഇവളെ ഹസ്ബൻഡാണ് ഗുരുവായൂരിലേക്ക് ചിത്രം വിൽക്കാനും പറഞ്ഞിട്ട് വിട്ടത്. ഇവള് തന്നെ ഇപ്പം പറഞ്ഞല്ലോ. ഇനി ഇത് മാറ്റി പറയുവാ തന്നത് വേറെ ഏതോ പാർട്ടിയിലായിരുന്നുവെങ്കിൽ ഇപ്പം ചെയ്യുന്നത് എന്നിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അത് മനസ്സിലായി. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് ഷിജുമാഷാണ്. എന്റെ വീട്ടില് എന്റെ തന്തപ്പിടിന്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഇടതുപക്ഷാടേ. അവിടെ പോയാൽ ആയാണ് കാണേണ്ടതെന്നില്ല. എനിക്ക് അറിയില്ല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് വലിയ ബന്ധമില്ല. നേരത്തെ പറഞ്ഞ ബന്ധമുണ്ട്, ഇപ്പം പറഞ്ഞ ബന്ധമില്ല. ബാപ്പയും കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഭർത്താവും കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവരുടെ ആ ഒരു നല്ലൊരു ഗുണം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ജാതിയും മതവും തീവ്രത കൂടിയത്, തീവ്രത കുറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ. അപ്പൊ പോരട്ടെ വരയ്ക്കാൻ പറ്റിയത് എന്നുള്ള ഒരു അഭിമാനം തന്നെ എനിക്കുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല, നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് അറിയില്ല നീ. ഒരു യഥാർത്ഥ സംഘിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഇത് സംഘത്തിന്റെ ആൾക്കാരോട് ചോദിച്ചാൽ മതി. യഥാർത്ഥ സംഘത്തിന്റെ ആൾക്കാരോട് ചോദിച്ചാൽ മതി എന്താണ് എന്നുള്ളത്. അപ്പോൾ നിന്നെ പോലെയുള്ള ആൾക്കാർ വെറും ഈ കച്ചവട മോഹത്തിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. സകല ആൾക്കാർക്കും മനസ്സിലായി. ആദ്യമൊക്കെ എന്നെ ഒരുപാട് ആൾക്കാർ ചീത്ത പറയുന്നുണ്ടായിരുന്നു. അവള് പിന്നെ വേറൊരു മതത്തിൽ നിന്ന് വന്ന ആ കുട്ടിയല്ലേ, അപ്പോൾ എന്തിനാണ് വെറുതെ നിങ്ങളിങ്ങനെ പറയേണ്ട ആവശ്യം. പക്ഷെ ഇന്ന് എനിക്കതിൽ അഭിമാനമുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, നിൻ്റെ കള്ളത്രം. അതായത് നീയും CPM-കാരും അതുപോലെ തന്നെ നിൻ്റെ ഭർത്താവും കളിച്ച കളികളാണ് ഗുരുവായൂർ ക്ഷേത്രം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ പറഞ്ഞില്ലേ, നിൻ്റെ പുറകിൽ വേറെ ആരോ ഉണ്ട് എന്ന്. നിൻ്റെ ഭർത്താവ് തന്നെയാണ് എന്ന് നീ തന്നെ വിളിച്ചു പറഞ്ഞു. ഇനി നിൻ്റെ ഭർത്താവിന് എന്താവശ്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നെ ചിത്രം വരച്ച് ഗുരുവായൂർ അമ്പലത്തിൽ എഴുന്നള്ളിക്കണം എന്നുള്ളത്? അതെന്തോ ഒരു ലക്ഷ്യമില്ലേ? അപ്പം അതാണ് അന്വേഷിക്കേണ്ടത്. ഇവളെ ഭർത്താവിനെയാണ് അന്വേഷിക്കേണ്ടത്. കാരണം ഇവളെ ഭർത്താവ് വർഗീയ കലാപം ലക്ഷ്യം വെച്ചിട്ട് അവിടെ കയറി താനോട് പറഞ്ഞിട്ടുണ്ടാവും, ഫോട്ടം വിറ്റ് മെല്ലനെ ആൾക്കാരെയൊക്കെ ഇതാക്കി ഒന്ന് മെല്ലനെ ഇത് പച്ച പിടിച്ചാൽ മതി എന്ന് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ബടി കള്ളിയേ, ഇതല്ലേ നിൻ്റെയൊക്കെ വിചാരം? അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ദൈവം എന്ന വലിയൊരു വ്യക്തി അവിടെ ഉള്ളിടത്തോളം കാലം അതാണ് ദൈവത്തിൻ്റെ ഓരോ യോഗാന്ന്. ഈ കള്ളത്രം പൊളിച്ച് കയ്യിൽ തരണം എന്നുള്ളത് അതും ദൈവയോഗാന്ന്. മനസ്സിലായല്ലോ? നീ ഇപ്പം പറയുന്നുണ്ടല്ലോ, വലിയ വായിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ ഭർത്താവാണ്